നമുക്ക് കൊച്ചിയിൽ നിന്നും വിഷ്ണു എഴുതിയിരിക്കുന്നു. വിഷ്ണുവിന് 29 വയസ്സായി. വിഷ്ണു ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണ്. ബന്ധത്തിന് പെൺകുട്ടിയുടെ വീട്ടിൽ അത്ര താല്പര്യം കാണിക്കുന്നില്ല. എല്ലാവരുടെയും ഇഷ്ടത്തോടെ ഈ വിവാഹം നടക്കാൻ പറ്റുമോ, മുന്നോട്ട് നന്നായി പോകുമോ എന്നൊക്കെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികം. യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാവാൻ ജാതക നിലയിൽ പറയുന്നില്ല. മാതാപിതാക്കളുടെ അനുസരണയിലും മാതാപിതാക്കളെ പോറ്റുന്നവനും വിവാഹം കഴിച്ചു കൊണ്ടിരുന്ന കുട്ടിയുമായി നല്ല സൗഹൃദ ബന്ധവും കുടുംബക്കാർ തങ്ങളിൽ നല്ല ബന്ധങ്ങളും ഒക്കെ വരികയും വിവാഹ അനന്തരം നല്ല നേരത്ത് കുട്ടികൾ, നല്ല ഭംഗിയുള്ള കുട്ടികൾ, നല്ല യോഗമുള്ള കുട്ടികൾ, ഭാഗ്യമുള്ള കുട്ടികൾ പിറക്കുമെന്നും അടിക്കടി സാമ്പത്തിക നിലകൾ ഉയരുമെന്നും അതുപോലെ തന്നെ ഗ്രഹമൊക്കെ മോടി പിടിപ്പിക്കാനും പുതിയ ഗ്രഹങ്ങൾ പണികഴിപ്പിക്കാനും വന്നു കയറുന്ന കുട്ടി വളരെ ഭാഗ്യവതിയായിട്ടും ഭാഗ്യമുള്ള ജാതകമായിട്ടും ആകെ മൊത്തത്തിൽ ഇവർ രണ്ടുപേരുടെയും വിവാഹ ദാമ്പത്യ ജീവിതം സംതൃപ്തകരവും ഭാഗ്യകരവും മംഗളകരവും ഐശ്വര്യപ്രദവും ആയിരിക്കും എന്ന് പറയാം. ഇത് നടക്കുകയാണെങ്കിൽ, അതായത് പരസ്പര അനുരാഗ യോഗം എന്ന് പറയുന്ന യോഗം, അത് പല രീതികളിൽ അതങ്ങനെ കണ്ടുകൂടാം. ലഗ്നാധിപൻ്റെയോ അതുപോലെ 7ാം ഭാവാധിപൻ്റെയോ ദൃഷ്ടി ലഗ്നത്തിലേക്കോ 7ാം രാശിയിലേക്കോ വന്നാൽ, അപൂർവമാണ് അങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും പരസ്പര അനുരാഗ യോഗമാണ്. എന്നും എപ്പോഴും ഫ്രഷായിട്ടുള്ള ആനന്ദാനുഭൂതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തൽക്കാലം ഇപ്പം പെൺകുട്ടിയുടെ വീട്ടുകാർ ചിലപ്പോൾ എന്തെങ്കിലും സമുദായമോ ജാതിയോ മറ്റേതെങ്കിലും തരത്തിലോ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലോ ഒക്കെ ഒരു അകന്ന് നിൽക്കുന്ന ഒരു രീതിയായിരിക്കാം. അതൊക്കെ ഇപ്പോൾ സത്യത്തിൽ ഒരു പനിയുടെ കാശേ ഉള്ളൂ, പണം എന്ന് പറയുന്നത്. ഒരു പനി വന്ന് മാറിയാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പം മുതലിനകത്തൊന്നും വലിയ കാര്യങ്ങളില്ല ഒരർത്ഥത്തിൽ. മുതൽ ഉണ്ടാക്കി വെക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടും താനും. പക്ഷേ അതിലല്ല കാര്യം ഇരിക്കുന്നത്. ഇത് നടന്നു കിട്ടുകയാണെങ്കിൽ ഇവരുടെ ജീവിതം സമ്പുഷ്ടമാകുകയും ഈ പറഞ്ഞ എല്ലാവിധ ഭാഗ്യങ്ങളോട് കൂടിയ ജീവിതമായിരിക്കുമെന്ന് വ്യക്തമായിട്ട് പറയാം. എന്നാൽ നടക്കാൻ തടസ്സം ഉണ്ട്. കാരണം അത്ര വലിയ യോഗമുള്ള ജാതകങ്ങൾ നിങ്ങളൊക്കെ നടക്കുമ്പം അതിന് മുമ്പ് പിശാച് കയറി പരീക്ഷിക്കും. പരീക്ഷണം കഴിഞ്ഞിട്ടേ നടത്തിക്കുള്ളൂ. എന്തെങ്കിലും ഒരു ആലോചനയൊക്കെ ഇട്ട്, ഇപ്പോൾ ഇല്ല പെണ്ണിനെ കൂടുതൽ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് മറ്റൊരു പയ്യൻ വന്നിട്ടുണ്ട്, അതിന് തീർത്ത് പറഞ്ഞിട്ട് വേണം ഇനി ആലോചിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം തലയെടുപ്പോടെയൊക്കെ നിൽക്കും. പയ്യന് ചില നിരാശകൾ വരും, പെണ്ണിനും നിരാശകൾ വരും. അതേസമയം ഇവർ തങ്ങളിൽ പരസ്പരം കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഒരു ആലോചനയും വന്നിട്ടില്ല, ഒന്നുമില്ല, ഏട്ടനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഇതാണ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയും. ഏതായാലും 2026 മെയ് ജൂൺ മാസം മുതൽ ഏതിലേക്ക് വ്യാഴം വരുന്ന കാലം ഈ പരസ്പര രാഗയോഗം വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇത് സമയം കൊണ്ട് വരുന്നതാണ്. 2026 മെയ് മുതൽ 27 മെയ്ക്കകത്തായിട്ട് വ്യാഴഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള പ്രവേശം വിവാഹാദി മംഗളകർമ്മ സിദ്ധിക്ക് ഏറ്റവും അനുകൂലമാണ്. പക്ഷേ എങ്കിലും ഇങ്ങനൊരു തടസ്സവാദം വന്നതുകൊണ്ട് പരമാവധി ക്ഷമയോടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുക. പിന്നെ ആധ്യാത്മികപരമായിട്ടും ജ്യോതിഷപരമായിട്ടും പറയുകയാണെങ്കിൽ പിന്നെ ശിവപാർവതി ക്ഷേത്രത്തിലെ സ്വയംവര പുഷ്പാർച്ചനകൾ നടത്തുക. രണ്ടുപേരുടെയും പേർക്ക് നടത്തുകയാണെങ്കിൽ നല്ലത്. കാരണം ഇരു കൂട്ടർക്കും സമ്മതമാണ്. നേരിയ തടസ്സം പെൺവീട്ടുകാർക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നേരിയ തടസ്സത്തിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ചില സാമ്പത്തിക, അതുപോലെ തന്നെ ഔദ്യോഗിക സമ്പത്തിൻ്റെയോ മതരാഷ്ട്രീയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ന്യൂനതകൾ ഒരു പക്ഷേ മുന്നോട്ട് പരിഹരിക്കാവുന്നതായിരിക്കണം. അത്ര പണ്ടൊക്കെ ഗൗരവത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഇത്തരം ന്യൂനതകൾ ഇപ്പം അത്ര വലിയ ഗൗരവങ്ങളില്ലാതായിരിക്കും. ഗൗരവങ്ങളില്ലാതായി എന്ന് പറഞ്ഞാൽ അതുപോലെയൊക്കെ മെങ്കിളിയേത്തുള്ള വിവാഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടുകൊണ്ടാവാം. അതൊന്നും ഗൗരവമില്ല. അല്ലേ ഇതൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല.
എന്ന് കണ്ടുകൊണ്ടും ആകാം. പിന്നെ കുറേയൊക്കെ വിട്ടുവീഴ്ചകൾ ഇരുഭാഗത്തും ഉണ്ടാവണം. സ്വയംവര പുഷ്പാർച്ചനകൾ ശിവപാർവതി ക്ഷേത്രത്തിൽ ഒരു 18 നടത്തുക. മെയ് മാസം വരെ കാത്തിരിക്കുക. ശേഷം ഒരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം നല്ല നിലയിലാണ് ഇവരുടെ ജീവിതം ഏറ്റവും മംഗളകരവും ഭാഗ്യകരവും ആവുമെന്നാണ്. ഇങ്ങനെ പരസ്പര രാഗയോഗം എന്ന് പറയുന്ന യോഗം ഉള്ളവർക്ക് അങ്ങനെയുള്ള ബന്ധമേ വരൂ. അപ്പോൾ പിന്നെ ഈ തടസ്സം അത്ര വലിയ പ്രശ്നമല്ല. ഇനി ആ തടസ്സം തന്നെ മാറും എന്ന് പ്രതീക്ഷിച്ച് ചിലപ്പം കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും അല്ലാത്തൊരു ബന്ധമായിരിക്കും വരുന്നത്. എന്നാലും പരസ്പരാനുരാഗ യോഗം എന്ന് പറയുന്ന യോഗം ഒരാളുടെയെങ്കിലും ജാതകത്തിലുണ്ട്. ആ ജാതകം കൊണ്ട് അവർക്ക് ഫലവുമുണ്ട്. തടസ്സങ്ങളുമാകാൻ സ്വയംവര പുഷ്പാഞ്ജലി മുതലായത് ലളിതമായ തോതിൽ ചെയ്യുക. നല്ല ഐശ്വര്യമുള്ള ജാതകങ്ങളാണ്. ഭാവി മെച്ചപ്പെടും. കത്തയച്ചതിന് നന്ദി. സന്തോഷം.